നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുരങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന പുസ്തകത്തിലെ അധ്യായം 1 ഭാഗം 8, 39, 40, 41, 42, 43, 44 എന്ന പേജുകളിൽ വിന്യസിച്ചിരിക്കുന്നു. 8. പാടത്തിനക്കരെ സൂര്യൻ മരക്കൂട്ടങ്ങൾക്ക് മുകളിൽ മുഖം കാണിച്ചപ്പോഴാണ് അപ്പു ഉണർന്നത്. വടക്കേ ഇറയത്ത് തൂക്കിയിട്ട കുഞ്ഞോലവട്ടിയിൽ നിന്ന് ഉമിക്കരി എത്തിച്ചെടുത്ത് അപ്പു കിണറ്റിൻകരയിലേക്ക് നടന്നു. അമ്മയും അമ്മായിയും വലിയമ്മയും കുളിച്ചു കുറിയിട്ട് വേഷ്ടിയും മുണ്ടുമെടുത്ത് കോലായിലെ ഒതുക്കുകല്ലുകൾ ഇറങ്ങുന്നു. ഓപ്പോളുമുണ്ട് കൂടെ. അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. മുണ്ടും വേഷ്ടിയും ഓപ്പോൾക്ക് ചന്തം തന്നെ. അപ്പുവിന് സങ്കടം വന്നു. അപ്പുവിനെ കൂടാതെ ഓപ്പോള് അമ്പലത്തിലേക്ക് പോവാറേയില്ല. അപ്പുവിനെ മറന്നു ഓപ്പോള്. ദാ പറയുമ്പോഴേക്കും അവർ അമ്പലത്തിൽ പോയി വന്നു. ഇഡ്ഡലിയും ചായയും കഴിച്ച് പെണ്ണുങ്ങൾ ഓപ്പോളെ മുകളിലേക്ക് കൊണ്ടുപോയി. ശ്രമിക്കാൻ കൂടിയവരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയിരിക്കുന്നു. പന്തലിൻ്റെ അലങ്കാരപ്പണികൾ തീർത്ത് ശിവേട്ടനും പോയി. വെള്ളം തളിച്ച് പന്തൽ അടിച്ചു വൃത്തിയാക്കുകയാണ് മുണ്ടി. വെപ്പുപുരയിൽ ഇട്ട്യാരിശൻ നായരും കൂടെ വന്ന 2 പണിക്കാരും മാത്രം. പിന്നെ ബാലമ്മാമയും. ചെറിയ അടുപ്പത്ത് ഓട്ടുരുളിയിൽ എണ്ണ ചൂടായി കിടക്കുന്നു. ഒരാൾ ഉരുളിയിലേക്ക് പപ്പടം വിതറിയിടുന്നു. മറ്റേയാൾ വലിയ ജാരിക കൊണ്ട് കാച്ചിയ പപ്പടം കോരിയെടുത്ത് വെള്ളവട്ടിയിലേക്കിടുന്നു. നല്ല വാസന. ബാലമ്മാമയും ഇട്ട്യാരിശൻ നായരും നെടുമ്പരയുടെ മൂലയ്ക്ക് കസേരയിട്ടിരുന്ന് മുറുക്കാനുള്ള പുറപ്പാടാണ്. അപ്പു മുകളിലേക്ക് ചെന്നു. തെക്കേ മുറിയിൽ നിന്നാണ് പെണ്ണുങ്ങളുടെ ബഹളം കേൾക്കുന്നത്. തെക്കേ മുറിയിലേക്ക് അപ്പു എത്തി നോക്കി. ഓപ്പോളെ അണിയിച്ചൊരുക്കുകയാണ്. വടക്കേ വീട്ടിലെ ലക്ഷ്മി ചെറിയമ്മ അപ്പുവിനെ മുറിക്കകത്തു കടക്കാൻ സമ്മതിച്ചില്ല. കുട്ടികൾക്ക് എന്താ ഇവിടെ, താഴത്തേക്ക് പൊയ്ക്കോ. പരിഭവിച്ചു കൊണ്ട് തന്നെയാണ് അപ്പു കോണിപ്പടിയിൽ ഇറങ്ങിയത്. അപ്പുവിനെ ആർക്കും വേണ്ട. മുത്തശ്ശിയും അപ്പുവിനെ അന്വേഷിക്കുന്നില്ല. അമ്മായി പാവം കുട്ടികളെ മറന്നില്ല. അപ്പു കോലായിൽ തൂണും ചാരിയിരുന്ന് മനോരാജ്യം കാണുകയായിരുന്നു. അപ്പോഴാണ് അമ്മായി ഉമ്മറത്തേക്ക് വന്നത്. അപ്പു ഇവിടെ ഇരിക്കുക, വേഗം കുളിച്ചു വാ, വന്നിട്ട് ഇഡ്ഡലി കഴിക്ക്. പുത്തൻ ട്രൗസറും കുപ്പായവും ഉണ്ട് തെക്കേ അറയില്. സുന്ദരക്കുട്ടനായിട്ട് നിൽക്കണ്ടേ? അപ്പുവിൻ്റെ ഓപ്പോളുടെ കല്യാണമല്ലേ. എവിടെ നിന്റെ ഏട്ടന്മാര്? അപ്പു ഏട്ടനെയും ഗോപിയേട്ടനെയും അന്വേഷിച്ചു നടന്നു. അപ്പു അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. ഗോപിയേട്ടൻ കലവറയ്ക്കകത്തുണ്ടായിരുന്നു. ഏട്ടൻ പുറത്ത് കാവല് നിൽക്കുന്നുണ്ട്. അപ്പു നോക്കുമ്പോൾ ഗോപിയേട്ടൻ്റെ കയ്യിൽ ശർക്കരയുപ്പേരി. അപ്പുവിനെ കണ്ടപ്പോൾ ഗോപിയേട്ടൻ 2-3 കഷ്ണം അപ്പുവിന് നീട്ടി. നിക്ക് വേണ്ട, കുളിച്ചു വരാൻ പറഞ്ഞു അമ്മായി. 3 ആളും അമ്പലക്കുളത്തിലേക്ക് ഓടി. കുളിച്ചുവെന്ന് വരുത്തി തിരിച്ചൊരോട്ടം ഇങ്ങോട്ടും. അമ്മായി വിളമ്പിക്കൊടുത്ത ഇഡ്ഡലിയും ചായയും കഴിച്ച് ട്രൗസറും കുപ്പായവും ഇട്ട് മുഖത്തിത്തിരി പൗഡറും പൂശി 3 ആളും റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ വരവ് തുടങ്ങി. നിമിഷ നേരം കൊണ്ട് പന്തലും മുറ്റവും നിറഞ്ഞു. വീട്ടിനകത്താണെങ്കിൽ പെണ്ണുങ്ങളുടെ ബഹളം. ഇന്നലെ രാത്രി ശ്രമിക്കാൻ കൂടിയവരൊക്കെ അലക്കിയതെടുത്ത് കല്യാണത്തിനെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ മുത്തശ്ശി? അപ്പു അന്വേഷിച്ചു നടന്നു. തളത്തിലുണ്ട് മുത്തശ്ശി. കസവും മുണ്ടെടുത്ത് റൗക്കയിട്ട് തലമുടി ചീകി കെട്ടി ചന്ദനം കൊണ്ട് വരച്ചു കുറിയിട്ട് റൗക്കയിട്ട് മുത്തശ്ശിയെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പു. അപ്പു അടുത്തു ചെന്നപ്പോൾ മുത്തശ്ശി വായ തുറന്നു ചിരിച്ചു. എവിടെയായിരുന്നു മുത്തശ്ശിയുടെ ഏകാശ? അപ്പു മുത്തശ്ശിയോട് ചേർന്നിരുന്നു. സ്ത്രീകളെക്കൊണ്ട് വീടിനകം നിറഞ്ഞു. കല്യാണ പന്തലിലും തിരക്കു കൂടുകയാണ്. സ്കൂള് പറമ്പിൽ ബസ് നിർത്തി ഓപ്പോളെ കല്യാണം കഴിക്കാൻ വരുന്ന ആളും കല്യാണ പാർട്ടിക്കാരും പാടത്തുകൂടി നടന്നാണ് വന്നത്. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നാഗസ്വരക്കാർ പടിക്കിലേക്ക് നടന്നു. നിലവിളക്ക് കൊളുത്തിപ്പിടിച്ച് അമ്മായി നാഗസ്വരക്കാർക്ക് പിന്നിൽ. താലം പിടിച്ച് അമ്മയും കുറേ ഏടത്തിമാരും അമ്മായിക്ക് പിന്നാലെ 2 വരിയായി നടന്നു. താലം പിടിക്കാൻ ശാരദയുമുണ്ട്. എന്താ അവളുടെ പവറ്! മുറ്റത്തേക്ക് കയറുന്ന ഒതുക്കുകല്ലിൽ ഓപ്പോളുടെ ആളെ നിർത്തി. ഗോവിന്ദൻ മാമ വെള്ളം നിറച്ച കിണ്ടി അപ്പുവിൻ്റെ കയ്യിൽ കൊടുത്തു. കാലു കഴുകിക്ക്. അപ്പു കിണ്ടി 2ഉം കൈകൊണ്ട് പിടിച്ച് ഓപ്പോളുടെ ആളുടെ കാലടികളിലൊഴിച്ചു. കിണ്ടി നിലത്ത് വെച്ച് അച്ഛൻ നീട്ടിത്തന്ന തോർത്തുമുണ്ടുകൊണ്ട് കാലടികൾ തുടച്ചു കൊടുത്തു. പന്തലിന് നടുവിൽ പുൽപ്പായയും പുൽപ്പായയ്ക്കു മീതെ ജമുക്കാളിനും വിരിച്ചിരുന്നു.
ജമുക്കാളത്തിന് മേലെ വെള്ളവിരി. അപ്പുവിൻ്റെ അരയോളം ഉയരമുള്ള നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. വിളക്കിന് പിന്നിൽ പറ നിറച്ചുവെപ്പ്. പറയിൽ തെങ്ങിൻ പുകുല വിടർന്നു നിൽക്കുന്നു. വിളക്കിന് താഴെ താലത്തിൽ പൂവൻപഴത്തിൻ്റെ ചീർപ്പ്, വേറൊരു താലത്തിൽ തെച്ചി, തുളസി, ചെമ്പരത്തി, മന്ദാരം. നിലവിളക്കിനും നിറച്ചുവെപ്പിനും പിന്നിൽ ഓപ്പോളയും ഓപ്പോളുടെ ആളെയും മുഖത്തോട് മുഖം നിർത്തി. നല്ല ഉയരമുണ്ട് ഓപ്പോളിൻ്റെ ആൾക്ക്. വെളുത്ത് കൊലുന്നനെ. മേൽചുണ്ടിന് മേലെ ഭംഗിയുള്ള മീശ. മീശയുണ്ടെങ്കിലും ഓപ്പോളിൻ്റെ ആളെ കണ്ടാൽ ഒട്ടും പേടി തോന്നില്ല. വെളുത്ത് വരിയൊത്ത പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ടാണ് ആള് നിൽക്കുന്നത്. താലികെട്ടലും മോതിരമിടലും മാലയിടലും പുടവ കൊടുക്കലും കഴിഞ്ഞു. ഓപ്പോളുടെ കൈ പിടിച്ച് ചെറിയച്ഛൻ. ഇനി അങ്ങനെയേ വിളിക്കാവൂ എന്ന് അപ്പുവിനറിയാം. നിറപറയ്ക്കും നിലവിളക്കിനും 3 പ്രദക്ഷിണം വെച്ചു. ഓപ്പോളെയും ചെറിയച്ഛനെയും അടുത്തടുത്ത് പിടിച്ചിരുത്തി. ഇനി പാലും പഴവും കൊടുക്കലാണത്രേ. മധുരമുള്ള പാലാണെങ്കിലും കൈപ്പക്കയുടെ ചാറ് കുടിക്കുകയാണെന്ന് തോന്നും ഓപ്പോളുടെയും ചെറിയച്ഛൻ്റെയും മുഖത്തു നോക്കിയാൽ. ആദ്യം മുത്തശ്ശിയാണ് സ്പൂൺ കൊണ്ട് പാല് കോരിക്കൊടുത്തത്. പിന്നെ അമ്മ, വലിയമ്മ, അമ്മായി, പിന്നീട് പെണ്ണുങ്ങളുടെ ഒരു പട തന്നെ. പാലും പഴവും കൊടുക്കൽ കഴിഞ്ഞ് ഓപ്പോളെയും ചെറിയച്ഛനെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിമിഷ നേരം കൊണ്ട് കല്യാണപ്പന്തൽ ഒഴിവാക്കി. പന്തിപ്പായ വിരിച്ച് ഇല വയ്ക്കാൻ തുടങ്ങി. ആദ്യത്തെ പന്തി കല്യാണച്ചക്കൻ്റെ ആൾക്കാർക്കാണ്. അപ്പു ഒഴിഞ്ഞു മാറി നിന്നു. ആദ്യത്തെ പന്തി കഴിഞ്ഞു. അടുത്ത പന്തി പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുമാണത്രേ. പായസം കുടിക്കാനുള്ള ആർത്തി കൊണ്ട് അപ്പു ആദ്യത്തെ ഇലയ്ക്ക് മുന്നിൽ സ്ഥാനം പിടിക്കാൻ നോക്കി. പറ്റണ്ടേ? പെണ്ണുങ്ങൾ തിക്കിത്തിരക്കുമ്പോൾ അപ്പു പിന്നോക്കം പോയി. ഒടുവിൽ അവസാനത്തെ ഇല കിട്ടി. ഇത്തിരി ചോറ് വാരിയുണ്ട്. ബാക്കിയുള്ള ചോറ് ഇലയുടെ ഒരു മൂലയിൽ നീക്കി വെച്ച് അപ്പു പായസം 2-3 പ്രാവശ്യം വാങ്ങി. നല്ല സ്വാദുണ്ട് അടപ്രഥമന്. എവിടെ ഏട്ടനും ഗോപിയേട്ടനും? അപ്പു അന്വേഷിക്കാനേ പോയില്ല. വയറ് വീർത്തു പൊട്ടാറായപ്പോഴാണ് അപ്പു എണീറ്റത്. അവസാനത്തെ പന്തിക്കാണ് ദഹനത്തിന് ശ്രമിക്കാൻ വന്ന അമ്മാമ്മമാരും കല്യാണപ്പന്തൽ അലങ്കരിക്കാൻ കൂടിയ ഏട്ടന്മാരും ഊണ് കഴിക്കാനിരുന്നത്. ശങ്കുണ്ണിമാമയും കുഞ്ഞുട്ടമ്മാമയും തമ്മിലായിരുന്നു പായസം കഴിക്കൽ മത്സരം. പായസത്തിൻ്റെ ബക്കറ്റ് ഇലയ്ക്ക് മുമ്പിൽ വെച്ച് വിളമ്പുന്നയാൾ മാറി നിന്നു. അപ്പു എണ്ണുന്നുണ്ടായിരുന്നു. 16 കയ്യിൽ പായസമാണ് ശങ്കുണ്ണിമാമ അകത്താക്കിയത്. കുഞ്ഞുട്ടമ്മാമ 18 കയ്യിൽ കഴിച്ചു. ഇലയിൽ വിളമ്പുന്ന പായസം ഉള്ളം കൈ കൊണ്ട് കോരിയെടുത്ത് തെരുതെരെ അവർ വായിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പു നോക്കി നിന്നു. ഇടയ്ക്ക് നാരങ്ങാക്കറിയും പുളിയിഞ്ചിയും തൊട്ടു നക്കി. അങ്ങനെയാണ് അവർ പായസം കഴിക്കുന്നത്. ഗോവിന്ദമ്മാമ നെടുമ്പരയിൽ നിന്ന് പപ്പടവട്ടി എടുത്തു കൊണ്ടുവന്നു. കുഞ്ഞുട്ടമ്മാമയും ശങ്കുണ്ണിമാമയും പപ്പടം പായസത്തിൽ കൂട്ടിക്കുഴിച്ച് അങ്ങനെയും കുറെ അകത്താക്കി. അവസാനം തോറ്റു എന്ന് സംബന്ധിച്ച് ശങ്കുണ്ണിമാമ എണീറ്റു. എന്താ കയ്യടി! പന്തലിലെ സദ്യ കഴിഞ്ഞപ്പോഴേക്കും നേരം ഉച്ച കഴിഞ്ഞു. ഇനിയാണത്രേ സർവാണി സദ്യ. കല്യാണം കേട്ടുകേൾപ്പിച്ചു വരുന്ന പാവങ്ങളാണത്രേ സർവാണികൾ. എല്ലാവരെയും കിഴക്കേ മുറ്റത്ത് നിരത്തിയിരുത്തി. ഇല വയ്ക്കുന്നതിന് മുമ്പേ അവർ മുണ്ടും തോർത്തും വിരിച്ചു വെച്ചു. അതിലാണ് ഇലയിട്ടത്. എല്ലാവരുടെ ഇലയിലും കൂമ്പാരം കൂട്ടിയാണ് ചോറ് വിളമ്പിയത്. കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളിൽ സാമ്പാറും പായസവും ഒഴിച്ചു കൊടുത്തു. വിളമ്പൽ കഴിഞ്ഞപ്പോൾ ഇലയടക്കം കെട്ടിപ്പൊതിഞ്ഞെടുത്ത് അവരെല്ലാവരും പോയി. അപൂർവം വയസ്സിത്തള്ളകളും വയസ്സന്മാരും മാത്രം അവിടെ ഇരുന്നു തന്നെ സദ്യ ഉണ്ടു. വീട്ടിൽ പണിക്ക് വരുന്നവർക്കും അവകാശക്കാർക്കും നെടുമ്പരയോട് ചേർന്ന് വടക്കേ മുറ്റത്താണ് ഇല വെച്ചത്. അവരെ സർവാണിയുടെ കൂടെ ഇരുത്താൻ പാടില്ലത്രേ. പാത്രത്തോടെയാണ് വടക്കേ മുറ്റത്ത് വിളമ്പിയത്. ഇരുന്നുണ്ണാനും പകർച്ച കൊണ്ടുപോകാനും വേണ്ടത്ര ബാക്കിയുണ്ടെന്ന് വെപ്പുപുരയിൽ പറയുന്നത് കേട്ടു. പായസം കുടിച്ച് അപ്പുവിൻ്റെ കുഞ്ഞ് വയറ് വീർത്തിട്ടുണ്ട്. അവിടെയും ഇവിടെയും നടന്നു കാല് വേദനിക്കുന്നു. എന്നാലും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ അപ്പുവിന് ഉത്സാഹം തോന്നി. എല്ലാവർക്കും സന്തോഷമാവണം അപ്പു. എന്നാലേ പോണേടത്ത് എൻ്റെ കുട്ടിക്കും സന്തോഷം ഉണ്ടാവൂ. മുത്തശ്ശി 2-ാം മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് കണ്ണു തുടച്ചു. 4 മണിയായി. ഓപ്പോളയും കൊണ്ട് കല്യാണപ്പാർട്ടി മടങ്ങിപ്പോയപ്പോൾ. ചെറിയച്ഛന് അഹമ്മദാബാദ് എന്ന സ്ഥലത്താണത്രേ ജോലി. എവിടെയാണ് അഹമ്മദാബാദ്? അപ്പുവിന് അറിയില്ല. കുറേ ദൂരത്താണ് എന്നറിയാം. അമ്മ പറയുന്നത് കേട്ടതാണ്. അതൊന്നും കുട്ടികളെ അറിയേണ്ട കാര്യങ്ങളല്ല എന്ന ഭാവമാണ് അമ്മയ്ക്ക്. ചോറുണ്ണാൻ വിളിക്കുമ്പോൾ കിണ്ണത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുക,
വിളമ്പിത്തരുന്നത് കഴിക്കുക, പിന്നെ പുസ്തകം എടുത്ത് പഠിക്കുക. അച്ഛനും ഗോവിന്ദമാമയും ഉള്ളതുകൊണ്ട് അമ്മ സന്തോഷിക്കുന്നുണ്ടാവും. നല്ല കുട്ടിയായി നടക്കുന്ന ഏട്ടൻ എന്താണ് വിചാരിക്കുന്നതെന്ന് അപ്പുവിന് നന്നായി അറിയാം. അച്ഛനും അമ്മാമയും പോകൂലോ, കാണിച്ചു തരാം. 2 ദിവസം തീവണ്ടിയിലിരിക്കണത്രേ അഹമ്മദാബാദിലെത്താൻ. അപ്പു തീവണ്ടി കണ്ടിട്ടില്ല. എന്നാൽ അപ്പു തീവണ്ടിയിൽ പോയിട്ടുണ്ടെന്ന് മുത്തശ്ശി ആണയിട്ട് പറയുന്നു. പഴനിയിലാണത്രേ അപ്പുവിന് ചോറ് കൊടുത്തത് 6-ാം മാസത്തിൽ. ഒറ്റപ്പാലത്ത് നിന്ന് തീവണ്ടിയിലാണത്രേ പഴനിക്ക് പോയത്. പഴനിക്ക് തീവണ്ടിയിൽ പോയത് ഏട്ടന് കുറേശ്ശെ ഓർമ്മയുണ്ട്. കുറച്ചും കൂടി വലുതായിട്ട് വേണം ഒറ്റപ്പാലത്ത് പോയി തീവണ്ടി കാണാൻ. ഏട്ടനെയും അപ്പുവിനെയും ഒറ്റപ്പാലത്തേക്ക് വണ്ടി കാണാൻ കൊണ്ടുപോകാമെന്ന് ഗോപിയേട്ടൻ ഉറപ്പ് തന്നിട്ടുണ്ട്.